നമുക്ക് ഏറ്റവും ഗുരുതരമായ പ്രശ്നമാണ് മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷത്തിൻ്റെ പ്രശ്നം. ഈ കടലോരം പോലെ തന്നെ നമ്മുടെ മലയോരവും അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന വനവും സൃഷ്ടിക്കുന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ നമുക്കുണ്ട്. അവിടങ്ങളിൽ അതിന് തൊട്ടു താമസിക്കുന്ന ജനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളും പരിഹരിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ആ പരിഹാര നടപടികളിലേക്കും കടക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പ് നേരത്തെ കഴിഞ്ഞെങ്കിലും ഒരു മാസത്തിലധികം മറ്റേ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഭാഗമായി നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലുണ്ടായല്ലോ. ആ ഘട്ടത്തിൽ മറ്റ് നടപടികളിലേക്കൊന്നും കടക്കാൻ പറ്റിയില്ല. നമ്മുടെ മഴക്കാലപൂർവ്വ ശുചീകരണ യോഗം പോലും നടത്താൻ പറ്റാത്ത അവസ്ഥ ആ ഘട്ടത്തിൽ ഉണ്ടായി. അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത. എന്താണ് അത്തരമൊരു നില വരുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. ഇനിയെങ്കിലും അത്തരം കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട് എന്നാണ് തോന്നുന്നത്. ഈ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞു, റിസൾട്ടും വന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ അറിയിക്കേണ്ടതുണ്ട് എന്നാണ് ഞങ്ങൾ കരുതുന്നത്. കാരണം ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആ സംസ്ഥാന സർക്കാരിന് പിന്നീട് അവിടെ സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയായ രീതിയല്ല എന്നാണ് തോന്നുന്നത്. അവിടുത്തെ സർക്കാരിന് പ്രവർത്തിക്കാൻ സാധാരണഗതിയിൽ കഴിയണ്ടേ? അതിവിടെ നിഷേധിക്കുന്ന നിലയാണ് കാണാൻ കഴിഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മന്ത്രിമാർ ഇവിടെ ചില പ്രത്യേക ഘട്ടങ്ങളുണ്ടായപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടമാണ് എന്നുള്ളത് കൊണ്ട്, ഈ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ഘട്ടമാണ് എന്നുള്ളത് കൊണ്ട് ജില്ലകളിലുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാൻ പറ്റാതെ അങ്ങോട്ട് പോയി സമീപിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായത്. ഇത് നമുക്ക് ചില പ്രയാസങ്ങൾ സൃഷ്ടിച്ചു ഈ ഘട്ടത്തിൽ. അതൊരു മറ്റ് പ്രയാസങ്ങളുമായി താരതമ്യപ്പെടുത്തിയാൽ വലിയ പ്രയാസമല്ല. എങ്കിലും ഈ ഒരു മാസക്കാലം അത്തരം ചില പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നു എന്നുള്ളതും ഈ ഘട്ടത്തിൽ നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. നമ്മുടെ നാട് നമുക്ക് വിലപ്പെട്ടതാണ്. ഈ നാടിനെ ഇനിയും പുരോഗതി നല്ല രീതിയിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അഭിമാനകരമായ പുരോഗതി നമുക്ക് നേടാനായിട്ടുണ്ട്. നമ്മുടെ തനത് വരുമാനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നികുതി വരുമാനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ സാമ്പത്തിക നിലയെടുത്ത് പരിശോധിച്ചാൽ ഒരു സംസ്ഥാനമെന്ന നിലക്ക് സംസ്ഥാനം നേടേണ്ട സാമ്പത്തിക ഭദ്രത ഏറ്റവും നല്ല രീതിയിൽ നേടാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ചേരേണ്ട കേന്ദ്രവിഹിതം കൃത്യമായി ലഭിച്ചില്ല എന്നതായിരുന്നു നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രയാസത്തിന് ഇടയാക്കിയ ഏറ്റവും പ്രധാന ഘടകം. ഏതായാലും ഇനിയുള്ള കാലം അതിനെല്ലാം ചില മാറ്റങ്ങൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എപ്പോഴും നമുക്ക് ശുഭപ്രതീക്ഷയാണല്ലോ വേണ്ടത്. ഇനി അതല്ലാത്തതാണ് വരുന്നെങ്കിലും നമുക്ക് മുന്നോട്ട് പോയേ തീരൂ. അത് നാം നേരത്തെ തെളിയിച്ചിട്ടുണ്ട്. എല്ലാവരും കൂടി ഒന്നിച്ചു നിൽക്കുക എന്താണ് പ്രധാനം. നാടിൻ്റെ തനിമ അത് നിലനിർത്തിക്കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ മുന്നേറാം. ഈ കഴിഞ്ഞ 3 വർഷക്കാലം കൃത്യമായി പ്രവർത്തിച്ചു പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് അഭിമാനപൂർവ്വം ജനസമക്ഷം ഞങ്ങൾക്ക് അവതരിപ്പിക്കാനുള്ളത്.